2026 വിഷു വർഷഫലം അത്തം നക്ഷത്രക്കാർക്ക് 2026 ജീവിതത്തിൽ നമ്മൾ ഇന്നേ വരെ അനുഭവിച്ചു പോന്നിരുന്ന കുറേ ബുദ്ധിമുട്ടുകളും കുറേ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളെ മുഴുവനായിട്ട് മാറ്റാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു പരിധി വരെ ആ വെല്ലുവിളികളെയൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്യാനൊക്കെ കഴിയും. ലൈഫിൽ മൊത്തത്തിൽ ഒരു ചേഞ്ച്, വിദേശത്തുള്ളവർക്കാണെങ്കിലും നാട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിലും ലൈഫിൽ മൊത്തത്തിലൊരു മാറ്റം, ഒരു ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് കഴിയുന്ന ഒരു വർഷമാണ് ഈ 2026 എന്ന് പറയുന്ന വിഷു വർഷം. വരുമാനമൊക്കെ വർദ്ധിക്കാനുള്ള മാർഗങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ തുറന്നു വരും. നമ്മളത് കണ്ടെത്തി അതിനുവേണ്ടി സമയം ചെലവഴിച്ച് അത് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ മതി. ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ശക്തമാകുന്നതാണ്. പുതിയ പുതിയ ബന്ധങ്ങളൊക്കെ ഉടലെടുക്കാം. പുതിയ ബന്ധങ്ങളും സൗഹൃദങ്ങളൊക്കെ ഉടലെടുക്കുന്നുണ്ട്. ഇതുമൂലം പല പ്രവർത്തന രംഗത്തും സുഹൃത്തുക്കളുടെ സഹായം കൊണ്ട് നമുക്ക് പലതും ചെയ്തു തീർക്കാനൊക്കെ ആയിട്ട് കഴിയുന്നതാണ്. സാമ്പത്തിക രംഗം, തൊഴിൽ രംഗമൊക്കെ പുതിയ ഉണർവുണ്ടാകുന്ന ഒരു വർഷമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവരും തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങളുടെ മുന്നിൽ തന്നെ പല അവസരങ്ങളും തുറന്നു വരും. അത് കണ്ടെത്തി പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങൾ തന്നെ സ്വയം സൃഷ്ടിക്കാം. തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് സാമ്പത്തിക ഉന്നമനം പ്രതീക്ഷിക്കാവുന്നതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് അത് കൈവിട്ട് പോകാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ കഴിയുന്ന വർഷമാണ്. പ്രണയബന്ധങ്ങളിലൊക്കെ പോസിറ്റീവ് ചേഞ്ചസും ഒക്കെ ഇതുവരെ വഴക്കിട്ട് മാറി നിന്നിരുന്ന പ്രണയകർത്താക്കളൊക്കെ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുകയും ഒരു പോസിറ്റീവ് ചേഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. കുടുംബത്തിലെ സമാധാനവും സ്നേഹവും ഒക്കെ കൈവരിക്കാൻ കഴിയുന്നതാണ്. ആരോഗ്യസ്ഥിതി പൊതുവെ നല്ല രീതിയിൽ വന്നു ചേരുന്നതാണ്. ഇതുപോലെ രോഗാരിഷ്ടതകൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ആളുകൾക്ക് അതൊക്കെ ഒന്ന് മാറി കുറച്ച് ആരോഗ്യസ്ഥിതിയൊക്കെ ബെറ്റർ ആവുന്നതാണ്. മധ്യപ്രായം കഴിഞ്ഞവർ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കുക. വയസ്സായവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. മാതാപിതാക്കൾക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ട് പണച്ചെലവുകൾ അധികരിക്കുന്ന വർഷമാണ്. ധാരാളമായിട്ടുള്ള പണച്ചെലവുകൾ വരുന്നത് കൊണ്ട് വർഷമധ്യത്തോടു കൂടി ചിലപ്പോൾ സാമ്പത്തിക ബാധ്യതയൊക്കെ വന്നു ചേരാം. അതുകൊണ്ട് കൂടുതൽ നിയന്ത്രണങ്ങൾ ധനച്ചെലവിൽ വരുത്തുന്നത് നന്നായിരിക്കും. കടം ധാരാളം വാങ്ങിച്ച് ചെലവഴിക്കുകയും പിന്നീട് ആ കടം തിരിച്ചു വീട്ടാൻ പറ്റാതെ വരുന്നൊരു സാഹചര്യമൊക്കെ വർഷ അവസാനത്തോടു കൂടി വന്നു ഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നിങ്ങളായിട്ട് ചെയ്തത് മണ്ടത്തരമായി എന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങളൊക്കെ വന്നുപെടാം. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനമാനങ്ങളും പ്രതാപവും ഒക്കെ കൈവരിക്കാൻ കഴിയുന്ന കാലമാണ്. ബിസിനസ് രംഗത്തുള്ളവർക്ക് സർക്കാരിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരുന്നതാണ്. IT പോലെയുള്ള കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ബിസിനസ്സുകാർക്ക്. അപ്പോൾ അത് നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന് വേണ്ട തീരുമാനങ്ങളും തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. ദമ്പതികളെ പരസ്പരം വേർപിരിയാൻ തീരുമാനിച്ചവർ ആ തീരുമാനമൊക്കെ പുനഃപരിശോധിച്ച് വീണ്ടും കൂടിച്ചേരാനുള്ള ഒരു അനുകൂലമായ കാലം തന്നെയാണ്. ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട് രോഗമുള്ളവർക്ക് ഷുഗർ സംബന്ധമായ രോഗങ്ങളൊക്കെ മൂർച്ഛിക്കാം. കുറച്ചൊക്കെ ഷുഗറുള്ളൂ, അതിന് മെഡിസിനൊക്കെ എടുക്കുന്നവർ ഒന്നുകൂടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഷുഗർ ഇരട്ടിയാവുകയും അതുകൊണ്ട് മറ്റു പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് വന്നു ഭവിക്കാം. യുവജനങ്ങളുടെ വിവാഹാദി മംഗളകർമ്മങ്ങളും ഒക്കെ നടക്കുന്നതാണ്. വ്യാപാര വ്യവസായ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകുന്ന കാലമാണ്. ഹനുമാന് വെറ്റിലമാല ചാർത്തുന്നതും ഹനുമാൻ ചാലീസ് പാരായണം ചെയ്യുന്നതും കുങ്കുമാർച്ചന നടത്തുന്നതും ആഴ്ചയിൽ ഏതെങ്കിലും ചൊവ്വാഴ്ചയോ ശനിയാഴ്ചയോ പോലെയുള്ള ദിവസങ്ങൾ ഹനുമത് വ്രതം എടുക്കുന്നതും ഒക്കെ കൂടുതൽ ഗുണഫലങ്ങൾക്ക് ഉത്തമമാണ്.